ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുസ്വാഗതം. കണ്ടോ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് നികത്തിയ ബംഗളൂരുവിൻ്റെ വരാൻ പോകുന്ന ഒരു എന്താ പറയുക, എന്തുവാണ് പറയുക, ലേഔട്ടാണിത്. ലേഔട്ട് എന്ന് പറയാൻ പറ്റത്തില്ലടോ, സ്ഥലമായിരുന്നത്. കൃഷിസ്ഥലം. അതെ, വീടിനൊരു വേറെ പറയുമല്ലോടോ, സമുച്ചയമോ, പാർപ്പിട സമുച്ചയം, അത് വരാൻ പോവുക. നിങ്ങളെ ഞാൻ മലയാളം പറഞ്ഞ് കൊല്ലും ഞാൻ. ഇതുണ്ടോ, പൊടിമഴ പെയ്തിട്ട് കിടക്കുന്നുണ്ടോ ഒരുമാതിരി. അവിടെ ഇവിടെ തണുത്ത്, എന്താ പറയാ, അവിടെ ഇവിടെ നനഞ്ഞ്, അവിടെ നനഞ്ഞ് ഇവിടെ നനഞ്ഞില്ല. ഇന്നസെന്റിന്റെ ആ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്, വെള്ളം വെള്ളം കിണ്ടി വെള്ളം. ആ മഴ പെയ്തതിന്റെ സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ യാത്ര ഇറങ്ങിയിരിക്കുക. യാത്ര ഒരു ചായയിൽ നിർത്തിയല്ലോ എന്ന് വിചാരിക്കേ. ഒരു ചായ അല്ല, ഞാൻ പറയട്ടെ, ചായ കുടിച്ചാൽ പുള്ളിക്കാരൻ ജ്യൂസ് കുടിക്കാനാണ്. അതെ, ഞാനെപ്പോഴും ആരോഗ്യത്തിന്റെ സൈഡിൽ ചിന്തിക്കൂ. ഇതങ്ങനെയല്ലല്ലോ, ഇതെങ്ങനെയും അങ്ങനെ ആവണമെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ആരോഗ്യം ഇല്ലാത്തത് കഴിക്കാൻ. തെറ്റാണോ മോളെ? അല്ല, തെറ്റല്ല, നല്ലതാ. അപ്പൊ നമ്മള് കണ്ടോ, റോഡിൽ കൂടെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടോ കൂട്ടുകാരെ, JCB. ഇവിടെയാണ് വെള്ളത്തിന്റെ ഒരു കേദാരം. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ സപ്ലൈ വണ്ടികളാണ്. ഈ കാശുണ്ടാക്കുന്നുണ്ട്. അതെ, അതുകൊണ്ട് എത്ര എണ്ണാണെന്നോ, ഒരു ടാങ്കിന് തന്നെ 700 തൊട്ട് സിറ്റി സൈഡിലൊക്കെ 1500 വരെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നടക്കാനും സമ്മതിക്കില്ല റോഡിൽ കൂടെ. കണ്ടോ, ഇതാണ് വെള്ളത്തിന്റെ ബിസിനസിന്റെ. കണ്ടോ, ഞങ്ങള് വലിയൊരു ന്യൂസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളം, ബംഗളൂരുവിന്റെ വെള്ളത്തിന്റെ കേന്ദ്രം കാണിച്ചു തരുവാ. ഉണ്ട്, ഊറ്റി എന്തായാലും നോക്കാം. അധികം ആൾക്കാർ വരാത്തൊരു സ്ഥലം. തൂങ്ങിയാടുന്ന ഷീന. അയ്യോ, തൂങ്ങിയാടിയില്ലേ ദൈവമേ. ഇത് പക്ഷെ കണ്ണി കണ്ട കായ്ക്കളൊന്നും പറിച്ച് തിന്നണ്ടാന്ന് എല്ലാരും പറയുന്നത്. ദൈവമേ, ഇതൊക്കെ തിന്നാൻ പറ്റുന്ന എനിക്കറിയാമേ, ഇതൊക്കെ ഞാൻ കേട്ടിട്ട് പോലില്ല. ഇത് താഴെ കിടക്കുന്ന എടുത്ത് കാണിച്ചു തരാം. ചോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, അത് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതാണ് സംഭവം. ഇതെന്താ കായെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക. ഇത് നമുക്കൊരു അതെ, കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഹൊയ് ദൈവമേ, പറിച്ചു. കണ്ടോ, ഇതാണ് എന്ത് കായാണ് ഇത്, എന്താ അറിയില്ല. ഇതിന് സൂം ചെയ്താ ഇതാണ് സംഭവം. ഇത് കണ്ടിട്ട് ഒരുമാതിരി പുളിയുടെ ഒരു ലുക്കൊക്കെയാണ്. കണ്ടോ, പുളിയുടെ പോലെ ഉണ്ട്, ഒരു കറുത്ത സാധനം. അതെ, ഇതാണ് കായ. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് തിന്നാന്നാണ് ഷീനുവിന്റെ അഭിപ്രായം, വിദഗ്ധാഭിപ്രായം. ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. കാണിക്കാൻ പറ്റുമോ? ഇല്ല, കാണിക്കില്ല. സോറി, സോറി അല്ലയാ. ഇതോ അവിടെ ഒരു വട്ടമേശ സമ്മേളനം നടക്കുക കേട്ടോ. എന്താ നോക്കട്ടെ, അയൽക്കൂട്ടാണോ വട്ടമേശ സമ്മേളനമാണോ, കാണാൻ പറ്റുന്നുണ്ടോ എന്തോ കൂട്ടുകാരെ. പുതിയ സ്ഥലം. അതെ, ഇവിടെ കണ്ടോ അവിടെ ഇങ്ങനെ. ഇപ്പൊ കണ്ടു. ഏതാടോ? ഈ താഴെ കാണുന്നത് മുഴുവനും കൊഴുപ്പാന്ന്. പക്ഷെ ഇവിടെ എല്ലാവരും പശുക്കൾക്ക് കൊടുക്കാനാണ് കേട്ടോ കൂട്ടുകാരെ ഉപയോഗിക്കുന്നത്. ഇവിടെയൊക്കെ കാണുന്ന കൊഴുപ്പാന്ന് പറഞ്ഞ സംഭവം പശുക്കൾക്ക് കൊടുക്കുക, ഇവിടെ ഉള്ളവർ കഴിക്കില്ല. പക്ഷെ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല വിഷമടിക്കാത്തൊരു സാധനമല്ലേ. ഇവിടെ ഉള്ളവർക്ക് അറിയില്ല അത് തിന്നാൻ പറ്റുമെന്ന്. പശുവിന്റെ മൂത്രം അടിച്ചിട്ടില്ല. അത് സാരല്ല, നമ്മൾ സഹിച്ചു. എടോ, പുളിയെല്ലാം അങ്ങനെ പറിക്കാതെ കിടന്നിട്ട് പുളിയത്. പിന്നെ കാറ്റിൽ തൂങ്ങിയാടുന്ന തേങ്ങാക്കുലകൾ, അത് കണ്ട് ചിരിക്കുന്നു. ഒരു തേങ്ങയുള്ളൂ. ഇല്ല, ഒരുപാടുണ്ട് തേങ്ങാക്കൊലകൾ. മേളിലൊരു കൊല. അപ്പൊ തൽക്കാലം ബൈ. എടോ ബൈ പറയടോ. എവിടെ എന്നെ കാണാണ്ട് ഞാൻ ബൈ പറയില്ല. ഇല്ല, ബൈ. കൂട്ടുകാരെ, കണ്ടോ നിങ്ങള്, ബന്ദിപ്പൂവിന്റെ ഒരു തോട്ടമായിരുന്നത്. മൊത്തം കരിഞ്ഞുണങ്ങി, വെള്ളത്തിന്റെ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്. കണ്ടോ, അവിടെ മുഴുവനും
ഇത്രയും ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് ഈ പാടം, പൂപ്പാടം. എത്ര കഷ്ടപ്പെട്ട് ഒരു നട്ടതായിരിക്കും. ഇത് അങ്ങേ സൈഡിൽ പക്ഷേ ഉണ്ട് കേട്ടോ, നമുക്ക് കാണിക്കാമേ. അപ്പുറത്ത് ഇപ്പോഴും വിളവെടുക്കാത്ത ഒരു ബന്ദിത്തോട്ടം ഉണ്ട്, അത് കാണിക്കാം.